സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം മലയോര മേഖലയിൽ ഉൾപ്പെടെ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെയും UDF-നൊപ്പം നിൽക്കണമെന്നൊരു നിലപാട് അണികൾ എടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു സമ്മർദ്ദം കേരള കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും വിനീത, അതായത് സംസ്ഥാന നേതൃത്വം എത്ര തള്ളിപ്പറഞ്ഞാലും ജില്ലാ ഘടകങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പറയുന്നു ഒരു മാറ്റം വേണമെന്ന് പറയുന്നു, പക്ഷേ ഇടുക്കി ജില്ലാ അധ്യക്ഷൻ പറയുന്നു മാറ്റം വേണ്ട എന്ന് പറയുന്നു. വയനാട്ടിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ദേവസ്യ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പറയുന്നു 1-2 സീറ്റുകൾ നഷ്ടപ്പെട്ടത് കൊണ്ട് മുന്നണി മാറുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് എന്ന് പറയുന്നു. അദ്ദേഹം ഈ മുന്നണി മാറ്റത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശക്തമായി വാദിക്കുന്നത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് TM ജോസഫാണ്. അദ്ദേഹം പറയുന്നത് അണികൾക്കിടയിൽ, അത് ഏറ്റവും താഴ്ത്തട്ടിൽ, ഇവരൊക്കെ തന്നെ താഴ്ത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ, ഇവർ പറയുന്നത് ഈ CPM-ന്റെയും കേരള കോൺഗ്രസ് M-ന്റെയും അണികൾ തമ്മിൽ ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, പ്രചാരണത്തിൽ ഉൾപ്പെടെ കണ്ടതാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുന്നണി മാറാൻ അണികൾക്കിടയിൽ സമ്മർദ്ദമുണ്ട്. അത് നേതൃത്വത്തിലേക്ക് ആ സമ്മർദ്ദം വരുന്നുവെന്നാണ് കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെ ചില അധ്യക്ഷന്മാരും സമാനമായ സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്യും. ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞതുപോലുള്ള സമാന സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റ് ജില്ല, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അണികളിൽ നിന്ന് ഇത്തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെന്നുള്ള കാര്യം കൂടി നേതൃത്വത്തെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. വിനീത, ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ